ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദി വാണരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദി വാണരുൾക. അഴലുകളെല്ലാം അകറ്റി ഞങ്ങളുടെ അകതാര ശുദ്ധമായി തീർത്തിടണേ. അവികല സ്നേഹത്തിൽ നീരടി പാടുവാൻ അവികല നാഥ വരമരുൾക. നാഥ കൃപയരുൾക. പ്രിയമുള്ളവരെ, ഈ സുന്ദരമായ പ്രഭാതത്തിൽ കർത്താവിന്റെ അൾത്താരയിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ വത്സല മക്കളെ, ദിവരഹസ്യം തക്കതായ യുഗത്തോടുകൂടി കൊണ്ടാകുന്നതിനായി നമ്മുടെ പാപങ്ങളോർത്ത് മനസ്തപിച്ച് ഏറ്റുപറയും. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷിക്കാനും ഞാൻ വളരെ പാപം ചെയ്തു. എന്റെ പിഴ എന്റെ വലിയ പിഴ ആകിയാൽ വിസ്മരിക്കുന്നതോടും എല്ലാ മാതാപിതാക്കളോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സകലർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമ യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളെ കനിയണമേ. ലോകത്തിന്റെ പാപം നീക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഞങ്ങളെ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടെ അങ്ങേ ആരാധിക്കാനും എല്ലാ മനുഷ്യരെയും ആത്മാർത്ഥ ഹൃദയത്തോടെ സ്നേഹിക്കാനും മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന
ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് യൂദയ രാജാവായ ആമോന്റെ മകൻ ജസിയാസിന്റെ കാലത്ത് എനിക്കുണ്ടായ കർത്താവിന്റെ അരുളപ്പാട് ഇങ്ങനെയായിരുന്നു. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക, അവരെ നീ ഭയപ്പെടേണ്ട, ഭയപ്പെട്ടാൽ അവരുടെ മുമ്പിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും. ദേശത്തു മുഴുവനും യൂദയായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കുമെതിരെ അപ്രതിരോധയായി നഗരവും ഇരുമ്പുതൂണും പിച്ചമതിലുമായി ഇന്ന് നിന്നെ ഞാൻ ഉറപ്പിക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് സ്തുതി. പ്രതിവചന സങ്കീർത്തനം. എന്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. എന്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരമായ പ്രവൃത്തികൾ വർണ്ണിക്കും. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിക്കാൻ ഇടയാകരുതേ. അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. എന്റെ യാതന കേട്ട് എന്നെ രക്ഷിക്കണമേ. എന്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. എന്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രകീർത്തിക്കും. അങ്ങ് എനിക്ക് അപേക്ഷയും ഉറപ്പുള്ള ദുർഗവുമായിരിക്കണം. അങ്ങാണ് എന്റെ അപേക്ഷയും ദുർഗവും. എന്റെ ദൈവമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. എന്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരമായ പ്രവൃത്തികൾ പ്രകീർത്തിക്കും. കർത്താവെ, അങ്ങാണ് എന്റെ പ്രത്യാശ. ചെറുപ്പം മുതൽ അങ്ങാണ് എന്റെ ആശ്രയം. ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. എന്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. എന്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരമായ പ്രവൃത്തികൾ പ്രകീർത്തിക്കും. എന്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ദൈവമേ, ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു. എന്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. എന്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവകവും രക്ഷാകരമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അപേക്ഷിക്കുകയും ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേകരയും ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എന്റെ സമ്പത്തും ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലം സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലതയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനങ്ങൾ തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായ ഉദിക്കുമ്പോൾ അപൂർണമായ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തിയായപ്പോൾ ശിശുതരമായവ ഞാൻ കൈവരുന്നു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയുടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കുന്നു. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നതുവരെ ഞാൻ പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മിശിഹായുടെ നൽവചനം ഹൃദയത്തിൻ മണിവാതിൽ തുറക്കും ദൈവത്തിൻ തിരുവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ജബാലയത്തിൽ വെച്ച് ജനങ്ങളോട് അരുളിച്ചെയ്തു, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ചു പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്നവർ ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർനഹൂമിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിന്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയാ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ സീദോനിൽ സറാപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഖത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിൽ നിന്ന് അവിടം വിട്ടുപോയി. കർത്താവിന്റെ സുവിശേഷം. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞവർ, മലയാളത്തിലെ ഒരു കവിതാശകലം ഇപ്രകാരമാണ്: ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. സമൃദ്ധമായ പാൽ നിറഞ്ഞു നിൽക്കുമ്പോഴും അതിൻ്റെ ചുവട്ടിലും ചോരയെ മാത്രം ലക്ഷ്യമാക്കി നീങ്ങുന്ന കൊതുകുകളെ പോലെയാണ് ചില മനുഷ്യർ. നന്മകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരിലും തിന്മ കണ്ടെത്താനായി പരിശ്രമിക്കുകയും അവരെ പരാജിതരാക്കുവാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നവർ എല്ലായിടത്തും ഉണ്ടെന്ന് സുവിശേഷത്തിൽ നിന്ന് വ്യക്തമാണ്. 5 അപ്പത്തെ 5000 പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കിയ, മരിച്ചവരെ ഉയർപ്പിച്ച, സകല രോഗങ്ങളും സുഖപ്പെടുത്തിയ യേശു സ്വന്തം ദേശത്തിലേക്ക് വരുമ്പോൾ അവൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ, അവൻ അടയാളങ്ങളിൽ ഒക്കെ സന്തോഷിക്കുകയും അത്ഭുതം കാണുകയും ചെയ്തുവെങ്കിലും യേശുവിനെ ദൈവപുത്രനായി സ്വീകരിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവർ പരസ്പരം ചോദിക്കുന്നത് ഇപ്രകാരമാണ്: ഇവൻ ആ തച്ചന്റെ മകനല്ലേ, ജോസഫിന്റെ മകനല്ലേ ഇവനെ നമുക്ക് അറിഞ്ഞുകൂടെ എന്നുള്ളതാണ് അവരുടെ മനോഭാവം. യഥാർത്ഥത്തിൽ യേശുവിനെ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു ഇല്ല. യേശുവിന്റെ ശക്തി എന്താണെന്ന്, യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല. പലപ്പോഴും പലരുടെയും കഴിവുകൾ, അവരുടെ നന്മകൾ മനസ്സിലാക്കാൻ പലർക്കും സാധിക്കാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ അവരെ
ഇകഴ്ത്താനായിട്ട്, അവരെ ഇല്ലാതാക്കാനായിട്ട് പലപ്പോഴും പലരും പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ യേശുവിനെ വളരെ നിസ്സാരനായി കാണുമ്പോൾ യേശു പറയുന്ന രണ്ട് കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന്. ഒന്ന്, സറാപ്തായിലെ വിധവ 3 വർഷവും 6 മാസക്കാലവും മനമുരുകുന്ന പ്രാർത്ഥനയാൽ ദൈവ വിശ്വാസത്താൽ സ്വർഗം അടയ്ക്കുകയും പിന്നീട് സ്വർഗം തുറക്കുകയും മഴ പെയ്യുകയും ചെയ്ത ഏലിയ പ്രവാചകന്റെ കാലത്ത് ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ, അതും ഇനി ജീവിതത്തിൽ ഒരു രക്ഷയുമില്ല എന്ന് വിചാരിച്ച് അപ്പം ചുട്ട് മകന് കൊടുത്ത് ഭക്ഷിച്ചുകൊണ്ട് ഇനി ജീവിക്കാൻ ഒരു പ്രതീക്ഷയുമില്ല, മരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സറാപ്തയിലെ വിധവയുടെ അടുക്കലേക്കാണ് ഏലിയ പ്രവാചകൻ അയക്കപ്പെട്ടത് എന്ന് യേശു പറയുകയാണ്. രണ്ടാമതായിട്ട് യേശു പറയുന്നു, ഏലിയായിൽ നിന്നും കൃപ സ്വീകരിച്ചുകൊണ്ട്, ഇരട്ടി അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച സമരിയായിലെ പ്രവാചകനായ എലീശായുടെ കാലത്ത് സിറിയക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖം പ്രാപിച്ചു. കുഷ്ഠരോഗിയായിരുന്ന ധീരയോദ്ധാവായിരുന്ന നാമാൻ കുപിതനായി തിരികെ പോകുന്നുവെങ്കിലും അവൻ വന്നുകൊണ്ട് എലീശ പറഞ്ഞത് അനുസരിച്ച് ജോർദാൻ നദിയിൽ മുങ്ങിയപ്പോൾ ശരീരത്തിൽ അവന് സൗഖ്യം അനുഭവപ്പെട്ടു. ഈ രണ്ട് കാര്യങ്ങൾ യേശു എടുത്തു പറയുന്നത് ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം അവരെ നയിക്കുവാനായി, അവരെ നേർവഴിയിൽ നയിക്കുവാനായിട്ട്, അവർക്ക് എല്ലാം നൽകുവാനായിട്ട് ദൈവത്തിന്റെ പ്രതിനിധിയായി നിന്ന ശക്തനായ ഏലിയ പ്രവാചകനെയും എലീശ പ്രവാചകനെയും അവർ തിരിച്ചറിയുകയോ അവർ അനുഗ്രഹം പ്രാപിക്കുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ കുപിതരായി അവരുടെ പട്ടണത്തിന്റെ ഏറ്റവും ഉയർന്ന മലയിൽ നിന്ന് യേശുവിനെ തള്ളിയിട്ട് കൊല്ലാനായിട്ട് പരിശ്രമിക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നവരല്ല, ദൈവകൃപ സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ കൃപയുടെ സാക്ഷ്യങ്ങളാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് യേശു പറയുന്നത്. ഇന്നും അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ ദിവ്യബലിയിലൂടെ വരുന്ന, ദിവ്യകാരുണ്യത്തിലൂടെ വരുന്ന ജീവന്റെ നാഥന് സൗഖ്യം നൽകുവാൻ, ശക്തി നൽകുവാൻ, കടഭാരം മാറ്റുവാൻ, രോഗം മാറ്റുവാൻ, കുടുംബജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളും മാറ്റാൻ കഴിവുള്ള ശക്തനായ ദൈവം വരുമ്പോൾ ആ ദൈവത്തെ തിരിച്ചറിയാതെ, അനുഗ്രഹം പ്രാപിക്കാതെ ഇന്നും സഭയ്ക്കെതിരെയും ഉദാശകർക്കെതിരെയും ഒക്കെ സംസാരിച്ചുകൊണ്ട്, വിമർശിച്ചുകൊണ്ട് അനുഗ്രഹത്തിന് എതിരായി തിരിഞ്ഞു നിൽക്കുന്നവരുണ്ട് എന്ന് യേശു വളരെ വ്യക്തമായി ഈ വചനഭാഗത്തിലൂടെ പറയുന്നു. യേശുവിനെ ഇല്ലാതാക്കുവാൻ അവർ പരിശ്രമിച്ചു. എന്നാൽ യേശുവിനെ സമയമാകാത്തത് കൊണ്ട് യേശു അവരുടെ ജീവിതത്തിന് വഴങ്ങാതെ അവിടെ നിന്ന് മറഞ്ഞുപോയി എന്ന സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആകയാൽ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തലുകളും ഉണ്ടാകുമ്പോൾ തളരാതെ, രണ്ടാമത്തെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ സ്നേഹം സദ്വോത്കൃഷ്ടം, സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും അനർഗളം നിർഗളിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ തിരിച്ചു നിർത്തി ആ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ആൾരൂപങ്ങളായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ നൽകണമെന്ന് ഈ ബലിയിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവത്തിനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിനും ജനിച്ചനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവരും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലയുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ നിന്ന് പരിശുദ്ധാത്മാവ് കന്യകാമറിയത്തിൽ ശരീരം മനുഷ്യനായ പന്തിയോസ് പിലാത്തോസ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധനുസരിച്ച് 3-ാം ദിവസം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യും. പിതാവിനെ ഉത്പാദിപ്പിക്കുകയും ജീവിക്കുന്നവരെ മരിച്ചിട്ടിരിക്കുക അവിടുന്ന് അവിടുത്തെ രാജ്യത്തിന് അവസാനം കർത്താവ് ജീവിതാവാണ്
പിതാവിനും പുത്രനും പുറപ്പെടുന്നു, പിതാവിനും പുത്രനും ആരാധിക്കപ്പെടുന്നതും സ്തുതിക്കപ്പെടുന്നു. പ്രവാചകന്മാർ സംസാരിച്ചതും പരിശുദ്ധാത്മാവും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും അപ്പോസ്തലന്മാർ സഭയും പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകദർശനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരെയും വരാനിരിക്കുന്ന തിരിച്ചും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ലോകം മുഴുവനും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന മഹാമാരിയിൽ നിന്നും മാനവകുലത്തെ രക്ഷിക്കണമെന്ന് ഈ ബലിയിലൂടെ നമുക്ക് വിശ്വാസപൂർവ്വം ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ബലിവേദിങ്കൽ തിരുയാഗദ്രവ്യമ എൻ ജീവിതം നാദനേക കരുണാർദ്ര സ്നേഹം കരയിനിറയ്ക്കൂ, കനിവോടെ അനുഗ്രഹിക്കൂ. ഞങ്ങൾക്ക് കരുതിയ പിതാവിനും വാഴ്ത്തപ്പെടട്ടെ. തിരുമുൻപിൽ നിൽക്കുമീ നിമിഷം എന്നിൽ സ്നേഹമില്ലെന്നോർത്തിടുന്നു. കാഴ്ചയേകാനായി വരുമ്പോൾ ഉള്ളിൽ സോദര സ്നേഹം നിറയ്ക്കാം. എന്റെ ആത്മാവിൽ അയൽത്താരത്തീർക്കാം. എല്ലാ നമ്മളുടെയും കഥാവായ ജീവന്റെ ഭയമായി മുദ്രയുടെ മനുഷ്യത്തിന്റെ പരമാനങ്ങൾക്ക് പിതാവേ അങ്ങനെ വാഴ്ത്തപ്പെടട്ടെ. പ്രിയ സഹോദരി, എന്റെയും നിങ്ങളുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ അൽത്താരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഞങ്ങളുടെ ശുശ്രൂഷയുടെ കാഴ്ചദ്രവ്യങ്ങൾ പ്രീതിയോടെ സ്വീകരിച്ച് ഞങ്ങളുടെ പരിത്രാണത്തിന്റെ കൂദാശയായി രൂപാന്തരപ്പെടുത്തുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടെ തന്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ച് സകലത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു. മരണത്തിൽ നിന്ന് ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടി അങ്ങേക്ക് സ്തോത്രഗീതം ആലപിച്ച് ഞങ്ങൾ അഭിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിം വിണ്ടലവും ഹുസാന ഹുസാന.
ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായും സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങേ മഞ്ഞുകണം പോലെ കാണിക്കകളെ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്നു എൻ്റെ ശരീരമാകും. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കപ്പെട്ടതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെന്നും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയോർക്കണം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോട്, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ ആന്റണി മുല്ലശ്ശേരി മിത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഉയർപ്പിന്റെ പ്രത്യാശയുടെ നിദ്രോളിഞ്ഞയുടെ സഹോദരങ്ങളെ അങ്ങേ കാലത്തിൽ മരണമട സകലതയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങൾ എല്ലാവരും കഴിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും
ആ കന്യയുടെ ഭർത്താവായി ഭാഗ്യപ്പെട്ട യോസേഫിനും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിച്ചവരോടും നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ ആമേൻ ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽക്കൃതരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുന്നു. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾ തരണം. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാൻ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അർപ്പിച്ച കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങ് സഭയുടെ വിശ്വാസം വെക്കാൻ അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടല്ലോ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കരുണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കരുണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നു. ദിവ്യകുഞ്ഞാന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കും. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം.
നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നീയൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു നീയൻ പൈതലല്ലേ, ആണിപ്പാഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. മഹിയും മഹിതാശകളും എന്നെ ഉൾയിടുമ്പോ, കാതിൽ തിരുമൊഴി കേട്ടു നീയൻ പൈതലല്ലേ, എന്നിതമല്ല തിരുവിതമെന്നിൽ എന്നെന്നും നിറവേറണം. നാവിൽ എന്നീശോദൻ നാമം, കാതിൽ എന്നീശോദൻ നാദം, കണ്ണിൽ ഈശോദൻ രൂപം, നെഞ്ചിൽ ഈശോദൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോദൻ കാതിൽ എന്നീശോദൻ നാദം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പരിത്രാണത്തിന്റെ ദാനങ്ങളാൽ പരിപോഷിതരായി മക്കളായ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. നിത്യരക്ഷയുടെ ഈ സഹായത്താൽ സത്യവിശ്വാസം എന്നും പുഷ്ടിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ഹാവ് എ നൈസ് ഡേ. ഹാപ്പി സൺഡേ. ഗോഡ് ബ്ലെസ് യു. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോ
ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മി എൻ്റെ അമ്മി, എൻ്റെ ഈശോയുടെ അമ്മി, അമ്മി എൻ്റെ അമ്മി, എൻ്റെ സ്വന്തം അമ്മ നീയേ. ആവേ